ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഒഫീഷ്യലി എൻ്റെ ബർത്ത്ഡേ ആണ്, ജൂലൈ 14th. സോ ബർത്ത്ഡേ ആയിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു പരിപാടികളുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് വരും, അങ്ങനെ കുറച്ച് കുഞ്ഞു പരിപാടി. അപ്പം ഞാൻ വിചാരിച്ചൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന്. വലിയ പരിപാടിയൊന്നുമല്ല, നല്ല കുഞ്ഞു കുഞ്ഞു പരിപാടികൾ. നമുക്ക് എന്തെങ്കിലും കാണാം. ഞാൻ എന്തായാലും കുളിച്ച് അമ്പലത്തിൽ പോട്ടെ ആദ്യം, ഫസ്റ്റ് ഓഫ് ഓൾ. നിങ്ങളെന്തായാലും ഇന്നലെ 12 മണിക്ക് എന്താ ഉണ്ടായിരുന്നു പോയി കണ്ടിട്ട് വരൂ. സോ എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ആദി എന്ന് പറയുന്നത്. അപ്പോൾ അവനാണ് ഈ സർപ്രൈസൊക്കെ സെറ്റാക്കിയത്. സോ എൻ്റെ അടുത്ത് എനിക്ക് ചെറിയ ചെറിയ ക്ലൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല 12 മണിയാകുമ്പോൾ വരും ഇങ്ങനെ കേക്കൊക്കെ. അതൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ചെറിയ ചെറിയ ക്ലൂസൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് അങ്ങോട്ട് കണ്ടപ്പോൾ ഞാനല്ല, അല്ലെങ്കിൽ ഞാൻ 12 മണി ആയാലും ഉറങ്ങാത്ത കുട്ടിയാണ്. ഇന്നലെ എന്തോ ഭാഗ്യത്തിന് 12 മണിയാകുമ്പോൾ ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ മൊത്തത്തിലൊരു ഞാൻ ശരിക്കും ഹാപ്പിയായി. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ 12 o'clock ഒക്കെ ആകുമ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നതും സർപ്രൈസൊക്കെ വരുന്നത്. കേക്ക് കട്ട് ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ അത് ഡേ ടൈമിലാണ്. ഇങ്ങനത്തെ ഒരു ടൈമിൽ കേക്ക് കട്ട് ചെയ്ത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാൻ നല്ല, എൻ്റെ മുഖത്ത് അതില്ലെങ്കിലും അത് ആ ഉറക്കത്തിൻ്റെയാണ്. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു, ഭയങ്കര ഹാപ്പിയായിരുന്നു. അടിപൊളിയായിരുന്നു. എനിക്ക് ഇവരിങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ ഞാൻ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. ഒരാൾക്ക് മാത്രം കൊടുത്താൽ വേറെ ആൾക്ക് വിഷമാവുന്ന വെച്ചാൽ എല്ലാവർക്കും കൊടുത്ത്. പിന്നെ ഇതായിരുന്നു ആദ്യം തന്നത്. ആദ്യം എനിക്ക് 2 റിങ്ങും പിന്നെ കുറേ ചോക്ലേറ്റ്സാണ്, എൻ്റെ എല്ലാം ഫേവറേറ്റ് ചോക്ലേറ്റ്സൊക്കെ തന്നെ. പിന്നെ ഇവരെനിക്ക് ഒരു ഫ്രെയിമും അതേപോലെ തന്നെ കുറേ ചോക്ലേറ്റ്സും തന്നു. ഞാനൊരു ചോക്ലേറ്റ് ലവറാണ്. അപ്പോൾ പിന്നെ അവർ തന്ന ഫ്രെയിം എൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമായി. പിന്നെ നിങ്ങൾ എൻ്റെ ഡ്രസ്സും എൻ്റെ കോലും അതൊന്നും നോക്കണ്ട, ഉറക്കത്തിൽ ഇതായിരുന്നു. ഇവരെൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്ത് നിൽക്കുമായിരുന്നു. പക്ഷെ ഇതൊരു സർപ്രൈസ് ആയിപ്പോയില്ലേ. അപ്പോൾ നിങ്ങൾ എൻ്റെ കോലൊന്നും മൈൻഡ് ചെയ്യരുത് കേട്ടോ. സോ ഇതായിരുന്നു അവർ തന്ന ഫ്രെയിം. ഇത് രണ്ടും ചെറുപ്പത്തിലുള്ള ഫോട്ടോസ് എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ രാവിലെ കഴിഞ്ഞിട്ട് ഞാൻ അമ്പലത്തിൽ പോയി ഗൈസ്. അപ്പോൾ ഞാനിവിടെ എത്തി, തൊഴുതിറങ്ങി ഗൈസിനെ വിട്ട് പോകണം. ഫ്രണ്ട്സൊക്കെ വരും, അടിച്ചു കൊടുക്കണം. സോ അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും കോലം വരയ്ക്കാറുണ്ട്. സോ രാവിലെ എനിക്ക് കുളിച്ച് കോലം വരയ്ക്കാറുണ്ട്. അപ്പോൾ എല്ലാ ദിവസത്തെ പതിവ് പോലെ ഇന്നും ചെയ്തോന്നേ ഉള്ളൂ. കോലം വരയ്ക്കണേൽ ഞാൻ അത്ര പ്രൊഫഷണലിസ്റ്റൊന്നുമല്ല. പിന്നെ ഞാനിപ്പോൾ അടുത്ത് തുടങ്ങിയിട്ടുള്ളൂ കോലം വരയ്ക്കാനായിട്ട്. അപ്പം അതിൻ്റേതായ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതായിരുന്നു ഞാൻ വരച്ച കോലം. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഓരോന്നായിട്ട് എത്തി. അപ്പോൾ ഇതാണ് കൃഷ്ണ, ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ആസ്ഥാന ചളി മാസ്റ്റർ. പിന്നെ ഇത് അവരെന്നെ കൂട്ടാതെ ഫോട്ടോസ് എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ക്യാമറയിൽ വരാനൊരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് ട്രബിളും നാണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ക്യാമറ വരുമ്പോഴേക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ്. പിന്നെ നമ്മൾ കുറേ വർത്തമാനം പറഞ്ഞു. എന്തെന്ന് വെച്ചാൽ നമ്മൾ 10th കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടെ കാണുന്നത് ഇന്നാണ്. അപ്പോൾ അത് നമ്മൾ അങ്ങോട്ട് എൻജോയ് ചെയ്തു. എൻ്റെ ബർത്ത്ഡേനേക്കാളും നമ്മളൊരു ഗെറ്റ് ടുഗദർ പോലെ അടിപൊളിയാക്കി. സോ ഇതെൻ്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സാണ്. എനിക്ക് ഇനിയും കുറേ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ആയതുകൊണ്ട് കുറച്ച് പേരെ എനിക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നെക്സ്റ്റ് ബർത്ത്ഡേക്ക് നമുക്ക് എല്ലാവരും വിളിച്ച് ഇതിന് സൂപ്പറാക്കാം കേട്ടോ. സോ ഇതായിരുന്നു അവരുടെ എനിക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റ്. അപ്പോൾ ഇതിൽ ആ വൈറ്റ് ഷർട്ട് ഇട്ട് നിൽക്കുന്ന അവളാണ് എൻ്റെ കിൻഡർ ഗാർഡൻ മുതലുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട്. സോ അവൾ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരത്തില്ല എന്ന്. പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ആ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ അങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് അവർ തന്ന ഫ്രെയിം. അപ്പോൾ അടിപൊളിയായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോയി. കേക്ക് കട്ട് ചെയ്യാനോടത്ത് വെച്ചിട്ട് ഞാനും കുഞ്ഞും കൂടെ ചെറിയൊരു ഫൈറ്റ് നടന്നു. കുഞ്ഞ് പറഞ്ഞു അവൾക്ക് കേക്ക് കട്ട് ചെയ്യണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു പറ്റില്ല, അത് എൻ്റെ ബർത്ത്ഡേ ആണ്, ഞാനാണ് കേക്ക് കട്ട് ചെയ്യാന്ന്. പിന്നെ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ 2 പേരും കൂടെ കേക്ക് കട്ട് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്തത്. സോ ഞാൻ ഈ ബർത്ത്ഡേക്ക് ഒരാളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്, എൻ്റെ ചേച്ചീനെ. ഞാൻ
ഞാൻ ശരിക്കും നന്നായി മിസ് ചെയ്തു. ഞാൻ ഫസ്റ്റ് ടൈമാണ് അവളില്ലാണ്ട് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണത്. അപ്പോൾ ഐ മിസ് യു എ ലോട്ട്. പിന്നെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്താ ഉണ്ടായെന്ന് ഒരു ഓർമ്മയില്ല. ഓർമ്മ ഉണ്ട്, അമ്മയ്ക്കും ഉണ്ണിക്കും കേക്ക് കൊടുത്തത് എനിക്ക് ഓർമ്മ ഉണ്ട്. പിന്നെ എന്താ ഉണ്ടായെന്ന് ഓർമ്മയില്ല. ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് കേക്ക് കൊടുക്കാനായിട്ട് പോയി. സോ ഞാൻ ആ ബ്രൗൺ ബനിയനും പിങ്ക് ഡ്രസ്സും ഉള്ളത്, ഞങ്ങൾ 3 പേരും ബെഞ്ച് മേറ്റ്സ് ആയിരുന്നു. സോ അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ വൈബ് അറിയാം. അപ്പോൾ ഞാൻ ആ പിങ്ക് ഡ്രസ്സിന് കൊടുത്തപ്പോൾ, അവൾക്ക് കൊടുക്കാണ്ട് പിങ്ക് ഡ്രസ്സിന് കൊടുത്തപ്പോൾ ഉള്ള പൊസസീവിൻ്റെ അടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഗൈസ്. അങ്ങനെ പിന്നെ അവരെല്ലാവരും കൂടെ എൻ്റെ മുഖത്ത് തേച്ചു. എൻ്റെ മുഖത്ത് തേച്ചപ്പോൾ പിന്നെ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ എല്ലാവരുടെ മുഖത്തും തേച്ചു. സോ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്താണ് കൂടുതലും തീർത്തത്. പിന്നെ ആവാത്തവരുടെ മുഖത്തൊക്കെ അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടുണ്ട്. എന്ത് ഭംഗിയുള്ള കൊച്ചായിരുന്നു ഗൈസ് ഞാൻ. ഇവരെന്നെ ഭംഗിയില്ലാണ്ടാക്കി, എൻ്റെ ഹെയറിലും അതുപോലെ തന്നെ എല്ലായിടത്തും ആക്കി. പിന്നെ ഫുൾ ഫൈറ്റായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നേരത്തേക്ക്. പിന്നെ ആ ഫൈറ്റിൻ്റെ ഇടയിൽ എൻ്റെ ബ്രേസ്ലെറ്റ് ഒന്ന് പൊട്ടി. പിന്നെ അമ്മയൊക്കെ ഈ ഫൈറ്റൊക്കെ കണ്ടിട്ട് നിന്ന് ചിരിക്കുക, എൻ്റെ മുഖം കണ്ട് കളിയൊക്കെ ആക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു എൻ്റെ മുഖം കാണാൻ. പിന്നെ ഇതൊക്കെയാണ് ഇവർക്കൊക്കെ ഇത്രയ്ക്ക് കിട്ടിയിട്ടുള്ളത് ഗൈസ്. എന്നെയും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെയും മുഖത്താണ് കൂടുതലായത്. ബാക്കിയൊക്കെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഫേസൊക്കെ വാഷ് ചെയ്തു. ഫേസ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേക്ക് കൊണ്ട് കുറച്ച് പേര് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയും എൻ്റെ മുഖത്ത് തേക്കാനാണ്. അപ്പം ഞാൻ ചെയ്യില്ലേ പ്ലീസ്, ഞാൻ ഇപ്പം കഴുകി സെറ്റായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരുടെ മുഖത്തും കുറച്ച് തന്നെ ആയിട്ടുള്ളൂ. എൻ്റെയും ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മുഖത്താണ് ഏറ്റവും കൂടുതലായത്. അപ്പോൾ അവൾ പറഞ്ഞു മുഖം കാണിക്കല്ലേ പ്ലീസ് എന്ന് പറഞ്ഞു. അത്ര പ്രശ്നമായിരുന്നു ഞങ്ങൾ 2 പേരും മുഖം. അത് കഴിഞ്ഞിട്ട് കുഞ്ഞി പിന്നെ എൻ്റെ വീട്ടിൻ്റെ ഉള്ള ആൾക്കാരൊക്കെ പോസ്റ്റായിരുന്നു. ബിക്കോസ് ഞാൻ ഫുൾ ടൈം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് ഫുഡ് കഴിക്കാമെന്ന്. സോ നിങ്ങൾ ബിരിയാണിയും കാണുന്നുണ്ട്, റൈസും കാണുന്നുണ്ട്. സോ അതിൽ റെഡ് ബനിയട്ട് കുട്ടി വെജിറ്റേറിയൻ ആണ്. അപ്പോൾ അവൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് അമ്മ ഉണ്ടാക്കിയതാണ്. ചോറും പിന്നെന്തോ മോരുകറിയൊക്കെ ആയിരുന്നു അവൾക്ക് സ്പെഷ്യലായിട്ട്. ബാക്കി എല്ലാവരും ചിക്കൻ ബിരിയാണി കഴിച്ചു ഗൈസ്, അടിച്ചു പൊളിച്ച്. സോ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പകുതിയിൽ വെച്ച് കറണ്ട് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണും ഓഫായി. അപ്പോൾ എനിക്ക് അവർ പോകുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, പക്ഷെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പാട്ട്, ഡാൻസ്, അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് എവിടെയാണ് കൂടേണ്ടതെന്നുള്ള പ്ലാനിങ് ഒക്കെ ആയിരുന്നു. കുറേ ഫോട്ടോസ് എല്ലാം എടുത്തു. അങ്ങനെ നമ്മൾ അടിച്ച് പൊളിച്ചു എന്തായാലും. പിന്നെ ഫുൾ പാട്ട്, നമ്മൾ ലേറ്റ് ഇല്ലെങ്കിലും നമ്മൾ ഫോണിൽ ലേറ്റൊക്കെ വെച്ച് നമ്മൾ ഡാൻസ് കളിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ എല്ലാവരും വീട്ടിലേക്ക് പോയി. അങ്ങനെ നമ്മൾ രാത്രിയായപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ഇന്ന് പോയത് ഗുരുവായൂർക്കാണ്, ഗുരുവായൂർ അമ്പലത്തേക്ക്. സോ നമ്മൾ ഗുരുവായൂർ പുതിയ ഗോപുരം വന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതുവരെയായിട്ടും. അപ്പോൾ നമ്മൾ അന്ന് അങ്ങോട്ട് പോയി. സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. അല്ലെങ്കിലും എനിക്ക് ഗുരുവായൂർ അമ്പലം കണ്ട ഒരു പ്രത്യേക ഇഷ്ടമാണ്. എനിക്ക് അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് തൊഴുത് ഒരു റൗണ്ട് അതിൽ നടന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂർ പോകാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോവും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ അവിടെ പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം നമ്മൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ നല്ല മഴ. നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് നേരം അവിടെ പോസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് നേരെ ഇറങ്ങി നമ്മൾ ചായ കുടിക്കാനാണ് പോയത്. നമ്മൾ ഗുരുവായൂർ തന്നെ റോയൽ കഫേ എന്ന് പറഞ്ഞിട്ടൊരു ചായ കുടിക്കുന്ന സ്പോട്ടുണ്ട്, നമ്മൾ അവിടേക്കാണ് പോയത്. അപ്പോൾ ഉണ്ണിക്ക് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.